SCRT ബേസിക് സയൻസ് പാഠഭാഗത്തുനിന്നുള്ള മറ്റൊരു ഓഡിയോ ക്ലാസ്സാണ്. ഇന്നത്തെ ഓഡിയോയിൽ ചാപ്റ്റർ 6 ചലനത്തിൻ്റെ ജീവശാസ്ത്രം, 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 ചലനത്തിലെ ജീവശാസ്ത്രം, വിഭജനം, വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും, ഈ 2 ചാപ്റ്ററുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ശരീരചലനങ്ങൾ സാധ്യമാക്കുന്നത് പേശികൾ. ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാകുന്ന ചലനങ്ങളാണ് ഐച്ഛിക ചലനങ്ങൾ. ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാവാത്ത ചലനങ്ങളാണ് അനൈച്ഛിക ചലനങ്ങൾ. കൈകൾ നിവർത്തുമ്പോൾ സങ്കോചിക്കുന്ന പേശി നിവർത്തൽ പേശി. കൈകൾ മടക്കുമ്പോൾ അയയുന്ന പേശി നിവർത്തൽ പേശി. കൈകൾ നിവർത്തുമ്പോൾ അയയുന്ന പേശി മടക്കൽ പേശി. കൈകൾ മടക്കുമ്പോൾ സങ്കോചിക്കുന്ന പേശി മടക്കൽ പേശി. കൈകളിലെ പേശികളിൽ ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റേത് അയയുന്നു. ഇത്തരം പേശി ജോഡികളാണ് പ്രതിദ്വന്ദ്വി പേശികൾ. പേശികളിലെ ഊർജോൽപാദനം വർദ്ധിപ്പിക്കുവാൻ കായികതാരങ്ങൾ ഉപയോഗിക്കുന്ന രാസവസ്തു സ്റ്റിറോയിഡ്. സ്റ്റിറോയിഡിൻ്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്? ഉയർന്ന രക്തസമ്മർദ്ദന നിരക്ക്, ഹൃദയ സംബന്ധമായ തകരാറുകൾ, ലൈംഗിക ഹോർമോൺ അസന്തുലിതാവസ്ഥ. വിവിധതരം പേശികൾ ഏതൊക്കെയാണ്? അസ്ഥിപേശി, മിനുസപേശി, ഹൃദയപേശി. സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങൾ കാണപ്പെടുന്നതും ഐച്ഛിക ചലനം സാധ്യമാക്കുന്നതുമായ പേശിയാണ് അസ്ഥിപേശി. സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങൾ കാണപ്പെടുന്നതും ഐച്ഛിക ചലനങ്ങൾക്ക് സാധ്യമാക്കുന്നതുമായ പേശിയാണ് അസ്ഥിപേശി. ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളിലും രക്തക്കുഴലിലും കാണപ്പെടുന്നതും സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങളുള്ളതും അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നതുമായ പേശിയാണ് മിനുസപേശി. മിനുസപേശി എവിടെയാണ് കാണപ്പെടുന്നത്? ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങൾ. മിനുസപേശിയുടെ ആകൃതിയാണ് സ്പിൻഡിലിൻ്റെ ആകൃതി. അനൈച്ഛിക ചലനം സാധ്യമാക്കുന്നു. ഹൃദയത്തിൽ കാണപ്പെടുന്ന പേശിയാണ് ഹൃദയപേശി. അനൈച്ഛിക ചലനം സാധ്യമാക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ് പേശികൾ? അസ്ഥിപേശി, മിനുസപേശി, ഹൃദയപേശി. അസ്ഥിപേശി സിലിണ്ടർ ആകൃതിയിലും ഐച്ഛിക ചലനം സാധ്യമാക്കുന്നു. മിനുസപേശി സ്പിൻഡിൽ ആകൃതിയിലും വൻകുടൽ ചെറുകുടൽ, ആമാശയം തുടങ്ങിയ ആന്തരാവയവങ്ങളിൽ കാണപ്പെടുന്നു. സ്പിൻഡിലിൻ്റെ ആകൃതിയാണ്. അനൈച്ഛിക ചലനം സാധ്യമാകുന്നു. ഹൃദയപേശി ഹൃദയത്തിൽ കാണപ്പെടുന്നു. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. വിശ്രമമില്ലാതെ കഠിനമായി അധ്വാനിക്കുമ്പോൾ വേണ്ടയളവിൽ ഓക്സിജൻ ലഭ്യമായില്ലെങ്കിൽ അവായു ശ്വസനം വഴി പേശികളിൽ അടിഞ്ഞുകൂടുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുന്നത് മൂലം പേശികളിൽ സംഭവിക്കുന്നത് അസിഡിറ്റി ഉയരുന്നു. പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുമുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുക ചെയ്യുന്ന അവസ്ഥയാണ് പേശീക്ലമം. പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് പേശീക്ലമം. അസ്ഥികളുടെ സ്ഥാനമനുസരിച്ച് മനുഷ്യാസ്ഥികൂടത്തെ 2ആയി തിരിച്ചിരിക്കുന്നു. അക്ഷാസ്ഥികൂടവും അനുബന്ധാസ്ഥികൂടവും. അക്ഷാസ്ഥികൂടത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 80ഉം അനുബന്ധാസ്ഥികൂടത്തിലെ ആകെ അസ്ഥികൾ 126ഉമാണ്. തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം 29, തോൾവലയം 4, മാറെല്ല് 1, വാരിയെല്ലുകൾ 24, നട്ടെല്ല് 26, കൈകളിലെ അസ്ഥികൾ 60, ശോണി വലയം 2, കാലിലെ അസ്ഥികൾ 60. അങ്ങനെ ആകെ 206 അസ്ഥികളാണ് ഉള്ളത്. എന്തൊക്കെയാണ്? തലയോട്ടിയിൽ 29, തോൾവലയം 4, മാറെല്ല് 1, വാരിയെല്ലുകൾ 24, നട്ടെല്ല് 26, കൈകളിലും കാലുകളിലും 60 വീതം, ശോണി വലയം 2. അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് സന്ധികൾ വഴിയാണ്. അസ്ഥിസന്ധികൾ ഏതൊക്കെയാണ്? കീലസന്ധി, ഗോളരസന്ധി, വിജാഗിരിസന്ധി, തെന്നി നീങ്ങുന്ന സന്ധി. കീലസന്ധി, ഗോളരസന്ധി, വിജാഗിരിസന്ധി, തെന്നി നീങ്ങുന്ന സന്ധി. നട്ടെല്ലിൻ്റെ ആദ്യ കരശേരുവുമായി തലയോട് ചേരുന്ന സ്ഥലത്ത് ഉള്ളതാണ് കീലസന്ധി.
നാനാവശത്തേക്ക് തിരിയാനായിട്ട് കഴിയുന്നു. കൈമുട്ട്, കാൽമുട്ട് എന്നിവയിലുള്ളതാണ് വിജാഗിരി സന്ധി. തോൾവലയും ഭുജാസ്ഥിയുമായി ചേരുന്ന ഭാഗമാണ് ഗോളരസന്ധി. കൈക്കുഴ, കാൽക്കുഴ എന്നിവയിലുള്ളതാണ് തെന്നി നീങ്ങുന്ന സന്ധി. സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ക്യാപ്സ്യൂൾ. സൈനോവിയൽ ദ്രവം സ്രവിപ്പിക്കുന്നത് സൈനോവിയൽ സ്തരം. അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്നത് തരുണാസ്ഥി. അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായി പ്രവർത്തിക്കുന്നത് സൈനോവിയൽ ദ്രവം. അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധികളിൽ ഉറപ്പിച്ചു നിർത്തുന്നത് സ്നായുക്കൾ. അസ്ഥികൾക്കും പേശികൾക്കും സംഭവിക്കുന്ന പ്രധാന തകരാറുകളാണ് സന്ധിവാതം, അസ്ഥിസ്ഥാനഭ്രംശം എന്നിവ. കൂടാതെ സന്ധിവാതം, അസ്ഥിസ്ഥാനഭ്രംശം എന്നിവ കൂടാതെ ഉളുക്ക്, ഓസ്റ്റിയോപൊറോസിസ്, പേശീക്ഷയം എന്നിവ സന്ധികൾക്ക് സംഭവിക്കുന്നതാണ്. അപ്പോൾ സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് എന്താണ്? ക്യാപ്സ്യൂളാണ്. സൈനോവിയൽ ദ്രവം സ്രവിപ്പിക്കുന്നത് സൈനോവിയൽ സ്തരമാണ്. അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്നത് തരുണാസ്ഥിയാണ്. അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായി പ്രവർത്തിക്കുന്നത് സൈനോവിയൽ ദ്രവമാണ്. അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധികളിൽ ഉറപ്പിച്ചു നിർത്തുന്നത് സ്നായുക്കൾ. അസ്ഥിക്ക് സംഭവിക്കുന്ന പ്രധാന തകരാറുകളാണ് സന്ധിവാതം, അസ്ഥിസ്ഥാനഭ്രംശം, ഉളുക്ക്, ഓസ്റ്റിയോപൊറോസിസ്, പേശീക്ഷയം. നട്ടെല്ലുള്ള ജീവികളിലെല്ലാം പേശികൾക്കുള്ളിലാണ് അസ്ഥികൂടം കാണപ്പെടുന്നത്. അതിനാൽ ആ അസ്ഥികൂടമാണ് ആന്തരാസ്ഥികൂടം. നട്ടെല്ലില്ലാത്ത ജീവികളിൽ കാണപ്പെടുന്ന അസ്ഥികൂടമാണ് ബാഹ്യാസ്ഥികൂടം. മനുഷ്യനിലെ ബാഹ്യാസ്ഥികൂടത്തിൻ്റെ ഭാഗങ്ങളാണ് നഖം, മുടി. ആന്തരാസ്ഥികൂടം ഉള്ള ജീവികൾക്കും ബാഹ്യാസ്ഥികൂടം കാണാറുണ്ട്. ഉരകങ്ങളിലെ ബാഹ്യാസ്ഥികൂടത്തിൻ്റെ ഭാഗങ്ങളാണ് ശൽക്കങ്ങൾ, നഖം. അസ്ഥികൂടം ഇല്ലാതെ ചലിക്കുന്ന ജീവികളാണ് പാരമീസിയം, യൂക്ലീന, മണ്ണിര. അസ്ഥികൂടം ഇല്ലാതെ സഞ്ചരിക്കുന്നതാണ് പാരമീസിയം, യൂക്ലീന, മണ്ണിര. ജലത്തിലൂടെ കടന്നു നീങ്ങാൻ പാരമീസിയത്തെ സഹായിക്കുന്നത് സീലിയ. യൂക്ലീനയുടെ സഞ്ചാരത്തിന് സഹായിക്കുന്നത് ഫ്ലജെല്ലം. മണ്ണിരയുടെ ശരീരത്തിൽ കാണുന്ന രണ്ട് തരം പേശികൾ വലയപേശികൾ, ദീർഘപേശികൾ. മണ്ണിരയുടെ സഞ്ചാരത്തിന് സഹായിക്കുന്ന ശരീരോപരിതലത്തിൽ നിന്ന് പുറത്തുള്ളി നിൽക്കുന്ന സൂക്ഷ്മമായ ഭാഗങ്ങളാണ് സീറ്റകൾ. ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്കും അവിടെ നിന്ന് തിരിച്ചും വർഷം തോറും പോയി വരുന്ന പക്ഷിയാണ് ആർട്ടിക് ടേൺ. ദേശാന്തര ഗമനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ചിരിക്കുന്ന അൽപായുസായ മനോഹര ശലഭമാണ് മൊണാർക്ക് ശലഭം. ഭക്ഷണത്തിനും പ്രജനനത്തിനും വേണ്ടി 5000 കിലോമീറ്റർ വരെ സ്ഥിരമായി സഞ്ചരിക്കുന്ന പടുകൂറ്റൻ സസ്തനിയാണ് ഹംപ് ബാക്ക് തിമിംഗലം. കാണ്ഡം ജലത്തിൻ്റെ എതിർദിശയിൽ വളരുന്ന പ്രതിഭാസമാണ് ജലട്രോപിക ചലനം. വേരുകൾ ജലത്തിനടുത്തേക്ക് വളരുന്നതും ജലട്രോപിക ചലനമാണ്. സസ്യചലനങ്ങൾ ഏതൊക്കെയാണ്? ജലട്രോപിക ചലനം, രാസട്രോപിക ചലനം, പ്രകാശട്രോപിക ചലനം, സ്പർശട്രോപിക ചലനം, ഭൂഗുരുത്വ ട്രോപിക ചലനം. ജലട്രോപിക ചലനത്തിന് എക്സാമ്പിളാണ് കാണ്ഡം ജലത്തിൻ്റെ എതിർദിശയും വളരുന്നതും വേരുകൾ ജലത്തിനടുത്തേക്ക് വളരുന്നതും. അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കൾ പരാഗനാളിയെ അണ്ഡാശയത്തിലെ അടുത്തേക്ക് വളരാൻ സഹായിക്കുന്നു. ഇതാണ് രാസട്രോപിക ചലനം. കാണ്ഡം പ്രകാശത്തിന് നേരെ വളരുന്നു, വേര് പ്രകാശത്തിൻ്റെ എതിർദിശയിൽ വളരുന്നു. അത് പ്രകാശട്രോപിക ചലനം. വള്ളിച്ചെടി താങ്ങിൽ ചുറ്റി വളരുന്നത് സ്പർശട്രോപിക ചലനം. കാണ്ഡം ഭൂഗുരുത്വ ബലത്തിനെതിരായി വളരുന്നു, വേരുകൾ ഭൂഗുരുത്വ ബലത്തിന് നേരായി വളരുന്നു. ഇത് ഭൂഗുരുത്വ ട്രോപിക ചലനം. ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ ബന്ധമുള്ള ചലനങ്ങളാണ് ട്രോപിക ചലനങ്ങൾ. ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ ബന്ധമില്ലാത്ത ചലനങ്ങളാണ് നാസ്റ്റിക ചലനങ്ങൾ. മനുഷ്യൻ്റെ ക്രോമസോം സംഖ്യ 46. ഒരു കോശം പൂർണ്ണ വളർച്ചയെത്തിയ കോശമായി മാറുന്ന ഘട്ടം ഇൻ്റർഫേസ്. പൂർണ്ണ വളർച്ചയെത്തിയ കോശം പുത്രികാകോശങ്ങളായി മാറുന്ന ഘട്ടം വിഭജന ഘട്ടം. ഇൻ്റർഫേസ്, വിഭജനഘട്ടം എന്നിവ ചാക്രികമായി ആവർത്തിക്കപ്പെടുന്നതിനാൽ രണ്ടും കൂടി ഉൾപ്പെടുത്തി പറയുന്നത് കോശചക്രം. കോശവിഭജനങ്ങളുടെ തരം ഏതൊക്കെയാണ്? ക്രമഭംഗം, ഊനഭംഗം. കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞു കോശ ശ്വസനത്തിൻ്റെ 2 ഘട്ടങ്ങൾ.
അതേതൊക്കെയായിരുന്നു? ഗ്ലൈക്കോളിസിസും ക്രബ്സ് പരിവൃത്തിയും. കോശശ്വസനത്തിലെ 2 ഘട്ടങ്ങളാണ് ഗ്ലൈക്കോളിസിസും ക്രബ്സ് പരിവൃത്തിയും. കോശവിഭജനങ്ങളുടെ തരങ്ങളാണ് ക്രമഭംഗവും ഊനഭംഗവും. ശരീരവളർച്ചയെ സഹായിക്കുന്ന കോശവിഭജന രീതിയാണ് ക്രമഭംഗം. ഒരു മാതൃകോശം വിഭജിച്ച് 2 പുത്രികാകോശങ്ങളാകുന്ന പ്രക്രിയയാണ് ക്രമഭംഗം. ക്രമഭംഗത്തിന് ആദ്യം നടക്കുന്നത് ന്യൂക്ലിയസിൻ്റെ വിഭജനം. ന്യൂക്ലിയസിൻ്റെ വിഭജനം നടക്കുന്ന ഘട്ടം അറിയപ്പെടുന്നത് കാരിയോകൈനസിസ്. കോശദ്രവ്യ വിഭജനമാണ് സൈറ്റോകൈനസിസ്. ന്യൂക്ലിയസിൻ്റെ വിഭജനം നടക്കുന്ന ഘട്ടമാണ് ക്ലാരിയോകൈനസിസ്. ന്യൂക്ലിയസ് വിഭജനം ക്ലാരിയോകൈനസിസ്. കോശദ്രവ്യ വിഭജനമാണ് സൈറ്റോകൈനസിസ്. ന്യൂക്ലിയസിൻ്റെ വിഭജനം 4 ഘട്ടങ്ങളിലൂടെയാണ് പൂർത്തിയാകുന്നത്. അവ ഏതൊക്കെയാണ്? പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ്. പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. കോശം അമിതമായി വിഭജിച്ച് ക്രമരഹിതമായി പെരുകുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ക്യാൻസർ. ഏകകോശ ജീവികളിൽ ക്രമഭംഗം പ്രത്യുൽപാദനത്തിലേക്കാണ് നയിക്കുന്നത്. കൗമാരപ്രായം ഏകദേശം 10 മുതൽ 19 വയസ്സ് വരെയാണ്. ഒരു വ്യക്തിയുടെ വളർച്ച പൂർത്തിയാകുന്നത് 20കളുടെ തുടക്കത്തിലാണ്. വാർദ്ധക്യത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? കോശവിഭജന നിരക്ക് കുറയുന്നു, കോശത്തിലേക്കുള്ള ഓക്സിജന്റെ ലഭ്യത കുറയുന്നു, കോശങ്ങൾ കൂടുതലായി നശിക്കുന്നു, പേശികൾ ശുഷ്കിക്കുന്നു, ഊർജോൽപാദനം കുറയുന്നു, ഇന്ദ്രിയങ്ങളുടെ കാര്യക്ഷമത കുറയുന്നു. 465 വർഷത്തോളം പഴക്കമുള്ള തേക്കാണ് കന്നിമാര തേക്ക്. ജീവിതകാലം മുഴുവൻ സസ്യങ്ങളെ വളരാൻ സഹായിക്കുന്ന കോശങ്ങളാണ് മെരിസ്റ്റമിക കോശങ്ങൾ. വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും നീളം കൂടാൻ സഹായിക്കുന്ന മെരിസ്റ്റമാണ് അഗ്രമെരിസ്റ്റം. കാണ്ഡം, വേര് എന്നിവ വണ്ണം വയ്ക്കാൻ സഹായിക്കുന്ന മെരിസ്റ്റമാണ് പാർശ്വമെരിസ്റ്റം. കാണ്ഡം നീളം കൂടാൻ സഹായിക്കുന്ന മെരിസ്റ്റമാണ് പർവാന്തര മെരിസ്റ്റം. ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശവിഭജന രീതിയാണ് ഊനഭംഗം. ഊനഭംഗം എന്താണ്? ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശവിഭജന രീതി. ക്രമഭംഗം എന്താണ്? ശരീരവളർച്ചയെ സഹായിക്കുന്ന കോശവിഭജന രീതിയാണ് ക്രമഭംഗം. ശരീരവളർച്ചയെ സഹായിക്കുന്ന കോശവിഭജന രീതിയാണ് ക്രമഭംഗം. ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശവിഭജന രീതിയാണ് ഊനഭംഗം. ഊനഭംഗം നടക്കുന്നത് ലൈംഗികാവയവങ്ങളിലെ ബീജോൽപാദക കോശങ്ങളിലാണ്. ഏതൊക്കെയാണ് കോശവിഭജന രീതികൾ? ക്രമഭംഗവും ഊനഭംഗവും. ക്രമഭംഗം ശരീരവളർച്ചയെ സഹായിക്കുന്ന കോശവിഭജന രീതിയും ഊനഭംഗം ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശവിഭജന രീതിയുമാണ്. ഊനഭംഗം നടക്കുന്നത് ലൈംഗികാവയവങ്ങളുടെ ബീജോൽപാദക കോശങ്ങളിൽ. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ പാഠഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. താങ്ക് യു.